വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ ആലോചിക്കുകയാണെങ്കിൽ, അതായത് അന്ന് ചെറുതല്ല, പക്ഷെ എന്നാലും കുറച്ചൊരു ചെറിയ പ്രായത്തിൽ നമ്മൾ ആലോചിക്കുമ്പോൾ നമ്മളധികം കേട്ടിട്ടുണ്ടായിരുന്നൊരു വാക്കാണ് ഇൻസ്റ്റാഗ്രാം എന്ന് പറയുന്നത്. ആൻഡ് ആ സമയത്ത് വാട്സപ്പ് കൂടി ഉണ്ടായിരുന്നു. ചിലർക്ക് സ്വന്തമായിട്ടുണ്ടാവും, പക്ഷേ അധികം പാരൻസിൻ്റെ ആയിരിക്കും ഉപയോഗിക്കുന്നുണ്ടാവും. പക്ഷേ ഇൻസ്റ്റാഗ്രാം കുറച്ചും കൂടി എന്താ പറയുക, അതിന് മുന്നേ ഉപയോഗിച്ചവരുണ്ട്, പക്ഷേ കുറച്ചും ട്രെൻഡിങ് ആയിട്ട് ഒരു മെജോറിറ്റി ഓഫ് ആൾക്കാർ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു 2016 സമയത്താണ്. ഐ മീൻ സ്റ്റുഡൻസ് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. ആൻഡ് അവരധികവും ഞാൻ കേട്ടിട്ടുള്ളത് ആക്റ്റീവ് ആകുക, സ്റ്റോറി ഇടുക, മെൻഷൻ ചെയ്യുക, ടാഗ് ചെയ്യുക, ഇതൊക്കെ. ഇതെന്താ സംഭവം എന്നൊന്നും ഇത് ഉപയോഗിക്കുന്നവർക്ക് അറിയില്ല. ഞാനിപ്പോൾ റീസെൻ്റ് ആയിട്ട് എനിക്ക് തോന്നുന്നു 2 years ബാക്ക് ആയിട്ടാണ് ഞാൻ ഇൻസ്റ്റ എടുത്തത്. സോ ആ സമയത്തൊക്കെ എനിക്കിതൊരു ഏലിയൻ കാര്യങ്ങളാണ് ഇതൊക്കെ അവർ കേൾക്കുന്നതും പറയുന്നതൊക്കെ. അപ്പോൾ ഒരു സമയത്ത് ഞാൻ ഒരു കാര്യം ചോദിക്കുമായിരുന്നു ഇതിനെ പറ്റിയിട്ട്. മദ്രസയിൽ പഠിക്കുന്ന സമയത്ത് ക്ലാസ് എടുത്ത് കഴിഞ്ഞിട്ട് പാരൻസിനെ വെയിറ്റ് ചെയ്യുമല്ലോ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ ഒരു ലൂസ് ടോക്സ് ആ സമയത്ത് ഇങ്ങനെ എന്തോ ഇതിനെക്കുറിച്ച് വല്ലാണ്ട് ചർച്ച വന്നപ്പോഴേ എന്തോ ജസ്റ്റ് ഒരു ഡൗട്ട് ചോദിക്കാൻ, ഞാനത് ഉപയോഗിക്കുന്നില്ലായിരുന്നു ആ സമയത്ത്. അപ്പം ഇൻസ്റ്റാഗ്രാം എന്ന് പറയുന്ന ഈ ആപ്പില്ലേ, ഇൻസ്റ്റാഗ്രാം എന്ന് പറയല്ലേ, ഇൻസ്റ്റ മതി. ഓക്കെ, അത് കഴിഞ്ഞതിന് ശേഷം ഞാനത് ഇൻസ്റ്റ എന്ന ഇതിലേക്ക് അത് തിരുത്തിയതിന് ശേഷമാണ് ആ കമ്മ്യൂണിക്കേഷൻ അവിടെ കംപ്ലീറ്റ് ആവുന്നത്. സോ അത് എന്താ പറയുക, രണ്ടും സെയിം ആണ്. പക്ഷെ ആ ഒരു കമ്മ്യൂണിക്കേഷൻ ഫ്ലോ വരുന്നുണ്ടെങ്കിൽ അവർക്ക് ഇൻട്രസ്റ്റ് ഉള്ളൊരു ടോപ്പിക് ആയതുകൊണ്ട് തന്നെ അവർ യൂസ്ഡ് ആയിട്ടുള്ള ടേംസുകൾ അത് വരുമ്പോൾ കുറച്ചും കൂടിയും ലൈക്ക് ഒരു എന്താണ് അതൊന്നും അറിയില്ല. അതിപ്പോൾ നമ്മൾ ഇപ്പം അധികം ഈ പറയുന്ന സമയങ്ങളിലൊക്കെ ഇത് ഉപയോഗിക്കാതെ തന്നെ ഇൻസ്റ്റഗ്രാം എന്താണെന്ന് അറിയില്ല, അങ്ങനെ എന്താ പറയുക, എന്തോ ഒരു ഏലിയൻ സാധനങ്ങൾ, എന്താ പറയുക, നമ്മളെന്തോ അറിയാതെ പോയ പോലൊക്കെ നമുക്ക് തോന്നും. ആ സമയത്തുള്ള മ്യൂസിക്സ് ആവട്ടെ, ആ സമയത്തുള്ള ഡാൻസ്, ആ സമയത്തുള്ള ട്രെൻഡിങ് സോങ്ങുകൾ, അല്ലെങ്കിൽ മൂവീസ്, എന്തെങ്കിലും ആയിക്കോട്ടെ, ആപ്പ് ആകട്ടെ, സോഫ്റ്റ്വെയർ ആകട്ടെ, എന്തും ഇതറിയില്ല എന്ന് പറയുമ്പോൾ നമുക്ക് മേ ബി ഇതാണെന്ന് അറിയായിരിക്കും. പക്ഷെ നമ്മളത് ഉപയോഗിക്കാത്തതുകൊണ്ട് ഓഫ് കോഴ്സ് അതറിയില്ല. പക്ഷെ അതൊരിക്കലും ഒരു തെറ്റായിട്ടൊന്നും തോന്നിയിട്ടില്ല. അതിപ്പോൾ ഇനിയിപ്പോൾ കുറച്ച് വർഷങ്ങൾ കഴിയുമ്പോൾ ഈ പറയുന്ന ആൾക്കാരുടെ ശേഷം അവർക്കൊരു ജനറേഷന് വരുമ്പോൾ അവരുപയോഗിക്കുന്ന സോഫ്റ്റ്വെയറുകൾ, ഡിവൈസുകളൊന്നും ഇതിനേക്കാൾ അപ്പുറത്തായിരിക്കും, അഡ്വാൻസ്ഡ് ഡെവലപ്ഡ് ആയിട്ടുള്ളതായിരിക്കും. അവിടെ നമ്മൾ ഈ എടുത്തു വെച്ചിരിക്കുന്ന വാട്സാപ്പ്, ഇൻസ്റ്റാഗ്രാം മാത്രമല്ല ഉണ്ടാകുക, അതിനേക്കാൾ വലുതായിരിക്കും. സോ അവിടെ നമ്മളായിരിക്കും ഈ പറയുന്ന അറിയില്ല എന്ന് കേൾക്കാൻ പോകുന്നത്. അവരുടെ ഫ്രണ്ട് സർക്കിൾ അവരങ്ങനെ കമ്പയർ ചെയ്യുമോ ഇല്ലെന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ തിരിച്ച് നമുക്ക് അങ്ങനെ ആയിരിക്കും മേ ബി അത് കിട്ടുക.